ഇപ്പോൾ സംസ്കാര നടപടികൾ നൽകാനായി തൃശ്ശൂരിൽ നിന്നും തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. തിയോഫിൻ, എന്തൊക്കെയാണ് അവിടെ സംസ്കാരങ്ങളൊക്കെ പൂർത്തിയായോ? ഇനി നാളെയും മറ്റന്നാളുമുള്ള സംസ്കാരങ്ങൾ ആരുടെയൊക്കെയാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാദ്, തൃശ്ശൂരിൽ കുവൈറ്റ് അപകടത്തിൽ ഒരാളാണ് മരണമടഞ്ഞത്. തിരുവല്ല സ്വദേശിയും തൃശ്ശൂർ ചാവക്കാട് പാലയൂരിൽ ഏതാനും വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ബിനോയ് തോമസാണ് തൃശ്ശൂരിൽ നിന്നും മരണമടഞ്ഞത്. ബിനോയുടെ സംസ്കാര ചടങ്ങുകൾ 5:30 കുന്നംകുളത്തെ ബറിയൽ ഗ്രൗണ്ട് സെമിത്തേരിയിൽ നടന്നു. 6 വർഷത്തോളമായി പാലയൂരിനടുത്ത് പാവർട്ടിയിൽ ഒരു ഫുട്വെയർ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു ബിനോയ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബിനോയ് ജോലിക്ക് വേണ്ടി കുവൈറ്റിലേക്ക് പോയത്. വലിയൊരു സ്വപ്നവുമായാണ് ബിനോയ് പോയത്. ഒരു വീട്, സ്വന്തം കുടുംബത്തിന് വേണ്ടി അടച്ചുറപ്പുള്ള ഒരു വീടെന്ന ഒരു സ്വപ്നം. ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 വർഷം മുൻപ് ആരംഭിച്ചു. സ്ഥലം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷേ ലോൺ എടുത്ത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലം വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുവരുകൾ കെട്ടി പൊക്കിയതിന് ശേഷം മേൽക്കൂര നിർമ്മിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടെത്തിച്ചു. തുടർന്ന് ലോൺ എടുത്ത് മേൽക്കൂരയ്ക്ക് ഒരു ഷീറ്റ് നിർമ്മിച്ച്, അപ്പോൾ ഒരു വീടെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ, ഒരു ഷെഡ് പോലെ ഒറ്റമുറി ഒരു കുഞ്ഞ് വീട്, തേച്ചിട്ട് പോലുമില്ലാത്ത ഒരു കൊച്ചു വീട്ടിലായിരുന്നു ബിനോയും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഇവിടെ നിന്നാണ് ഒരു വലിയ സ്വപ്നവുമായി ഒരു കൊച്ചു വീടേ ബിനോയ് ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് സ്വന്തമായി നിർമ്മിക്കണം, അടച്ചുറപ്പുള്ളൊരു നല്ല വീട് കുടുംബത്തിന് വേണമെന്ന ആഗ്രഹത്തോടു കൂടിയും ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയുമാണ് കുവൈറ്റിലേക്ക് കഴിഞ്ഞ 5-ാം തീയതി പോയത്. ഒരാഴ്ച തികയുമ്പോഴേക്കും ബിനോയുടെ ചേതനയേറ്റ ശരീരമാണ് വീട്ടിലേക്ക് എത്തിയത്. തീർച്ചയായും തിയോഫിൻ,